4 സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്താൻ പ്രധാനമന്ത്രി ഒരുങ്ങുകയാണല്ലോ. യുപിയിലും സിക്കിമിലും ബംഗാളിലും ബീഹാറിലും അദ്ദേഹം എത്തും. 70,000 കോടിയുടെ വികസന പദ്ധതികൾ അദ്ദേഹം സമർപ്പിക്കും. ഗൗതം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടു ഗുജറാത്തിൽ 77,000 കോടിയുടെ, അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ. ഇതിപ്പോൾ രാജ്യത്തിനാകെ 70,000 കോടി, 4 സംസ്ഥാനങ്ങളിലായി 70,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? വീണ, ഇന്നിപ്പോൾ 3 സംസ്ഥാനങ്ങളിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അതിൽ ആദ്യം സിക്കിമിലേക്കാണ് പോകുന്നത്. സിക്കിമിൽ വിവിധ വികസന പദ്ധതികൾ, ആശുപത്രികൾ, അതോടൊപ്പം തന്നെ റോഡ് തുടങ്ങിയ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നതിനൊപ്പം സിക്കിമിൻ്റെ സംസ്ഥാന രൂപീകരണത്തിൻ്റെ 50-ാം വർഷം എത്തുകയാണ്. 1975 മെയ് മാസം 16-ാം തീയതിയാണ് സിക്കിം സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. അതിനു മുൻപ് അതൊരു രാജഭരണത്തിന് കീഴിലുള്ള ഭൂപ്രദേശമായിരുന്നു. ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നുവെങ്കിൽ പോലും 47-ലെ രാഷ്ട്രവിഭജനത്തിന് ശേഷം അത് ഔദ്യോഗികമായി ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിരുന്നില്ല. അതിനു മുൻപ് ഭാരതത്തിൻ്റെ ഭാഗമായി തന്നെ നിലനിന്നിരുന്ന ഒരു സ്വതന്ത്ര നാട്ടുരാജ്യമായിരുന്നു. അത് 75 മെയ് 16-ന് നമ്മുടെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 50 വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വടക്ക് കിഴക്കൻ സംസ്ഥാനമായ സിക്കിമിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, മുൻപ് ഒരു പ്രധാനമന്ത്രിമാരും തുടർച്ചയായി ഇങ്ങനെ നോർത്ത് ഈസ്റ്റ് സന്ദർശിക്കുന്നുണ്ടായിരുന്നില്ല. മുൻ പ്രധാനമന്ത്രിമാരെല്ലാം പലപ്പോഴും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ പോയി എന്ന ഒരു അവസ്ഥയായിരുന്നു. അതല്ലാതെ അതിന് വലിയ പ്രാധാന്യമൊന്നും ആരും കൊടുത്തിരുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി അങ്ങനെയല്ല. അദ്ദേഹം അധികാരത്തിലേറിയ 2014 മുതൽ കഴിഞ്ഞ 11 വർഷക്കാലം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നോർത്ത് ഈസ്റ്റിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ നയതന്ത്ര തലത്തിലാണെങ്കിലും അതല്ല സൈനിക തലത്തിലൊക്കെ ആണെങ്കിലും ആ ഭൂപ്രദേശം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ ഗോത്ര സമൂഹം അവർ ഭാരതവുമായി എത്രത്തോളം അടുത്ത് നിൽക്കുന്നതാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു പ്രധാനമന്ത്രിയാണ്. അതിനാൽ അദ്ദേഹം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹം ആദ്യം പോകുന്നത് തന്നെ സിക്കിമിലേക്കാണ്. അതിനുശേഷം പിന്നീട് ഉച്ചതിരിഞ്ഞ് അദ്ദേഹം പശ്ചിമ ബംഗാളിലേക്കും വൈകിട്ട് ബീഹാറിലും എത്തും. ബീഹാറിൽ പുതിയ വിമാനത്താവളത്തിൻ്റെ പുതിയ ടെർമിനലിൻ്റെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ അദ്ദേഹം ബീഹാറിൽ നിർവഹിക്കുന്നുണ്ട്. ഇത് കൂടാതെ നാളെ ഉച്ചയോടുകൂടി അദ്ദേഹം ഉത്തർപ്രദേശിലെ കാൺപൂരിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ 2 ദിവസത്തിനിടയിൽ 4 സംസ്ഥാനങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. വീണ.